ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വൈറൽ ട്രെൻഡിങ് ഇഫ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ റെസിപ്പി മിക്കവർക്കും അറിയുന്നതിനാണ്, പക്ഷേ ഞാൻ എൻ്റേതായ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നല്ലൊരു അടിപൊളി മസാലയിലാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. വീട്ടിൽ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കുറച്ച് ടിപ്സ് കാര്യങ്ങളൊക്കെ നമ്മളിത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹോട്ടൽ ടേസ്റ്റിൽ അതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ കുറച്ച് ടിപ്സ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്താതെ കാണുക കേട്ടോ. അപ്പോഴാണ് നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ ഫ്ലോപ്പ് ആവാതെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു വീഡിയോയിലോട്ട് പോകാം. നമുക്ക് നമ്മുടെ ഈ ഒരു ഇഫ ചിക്കൻ്റെ റെസിപ്പി തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ചിക്കനാണ് വേണ്ടത്. ഇതുപോലെ അൽഫാം പീസായിട്ടുള്ള ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 3 പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച്, അതായത് ഇപ്പോൾ അൽഫാം പീസ് എടുത്തിട്ട് തന്നെ നമുക്ക് ബ്രസ്റ്റ് പീസ് മാത്രമായിട്ട് എടുക്കാം. അങ്ങനെ ബോൺലെസ് ആയിട്ടുള്ള പീസും എങ്ങനെ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നല്ലപോലെ വരഞ്ഞു വെച്ചിട്ട് നമുക്ക് വെള്ളമൊക്കെ വാർത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലിയൊരു പാത്രം തന്നെ എടുക്കുക കേട്ടോ. ഇത് മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അതിന് വലിയൊരു പാത്രം എടുക്കുക. അതിലേക്ക് ആദ്യം തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അത്യാവശ്യം നല്ല കളറുള്ളൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാശ്മീരി മുളക് എടുത്തിരിക്കുന്നത്. അതുപോലെ എരിവ് കുറവായിരിക്കും. അപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ അത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ്. പിന്നെ 2 ടീസ്പൂൺ അളവിലാണ് കുരുമുളക് പൊടി, 2 ടീസ്പൂൺ ചിക്കൻ മസാല, 2 ടീസ്പൂൺ നമ്മൾ ഗരം മസാല ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് പറയുന്നത് തൈരാണ്. ഞാനിവിടെ 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളത്തോടു കൂടിയുള്ള തൈരാണ് കേട്ടോ, പുളി കുറഞ്ഞിട്ടുള്ള കുറച്ച് വെള്ളം പോലെയുള്ള തൈരാണ് എടുത്തിരിക്കുന്നത്. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പാകത്തിന് ഉപ്പും ചേർക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സുർക്കയാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ സുർക്ക ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് കസൂരി മേത്തിയാണ്. അതായത് ഉലുവൻ്റെ ഇലയില്ല, അത് പൊടിച്ചതാണ് കേട്ടോ. അതിങ്ങനെ ചെറുതായിട്ടൊന്ന് കൃഷി ചെയ്ത് ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്. അത് ചേർക്കുമ്പോൾ ഈ ഒരു റെസിപ്പിക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റിലേക്ക് വരുന്നുണ്ട്. ഇനി ചാട്ട് മസാല ചേർക്കുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ ചാട്ട് മസാല വേണമെങ്കിൽ ചേർക്കാം. അത് എത്ര പ്രിഫർ ചെയ്യുന്നില്ല. ഒരു നോർത്ത് ഇന്ത്യൻ ആ ലെവലിലേക്കൊക്കെ മസാലിൻ്റെ ടേസ്റ്റ് പോകും കേട്ടോ. അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് ചേർക്കാം. ഞാൻ ചേർത്തിട്ടില്ല. ഇങ്ങനെ തന്നെ നല്ല ആ ഒരു ലെവൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മസാല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം മസാലേൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ കുറച്ച് ലൂസായിട്ടായിരിക്കണം കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലായിരിക്കും, ഒരുപാട് കട്ടിയിലാവരുത്. നമ്മുടെ കുറച്ചൊരു മസാലയിലായിരിക്കണം കേട്ടോ ഈ റെസിപ്പി. നമ്മൾ കഴിച്ചു നോക്കിയ സമയത്ത് അത്യാവശ്യം നല്ല മസാല ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ആ മസാലയിൽ ഇങ്ങനെ നമ്മൾ എന്ത് ബ്രെഡ് വെച്ചാണോ കഴിക്കുന്നത് അതിങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നന്നായിട്ട് മസാല അത്യാവശ്യം വേണം കേട്ടോ. അപ്പോൾ ഒരുപാട് മസാല താല്പര്യമില്ലാത്തവർക്ക് ഈ അളവ് കുറയ്ക്കാം. ഇത് കുറച്ചൊരു മസാല കൂട്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഒതൻറ്റിക്, അതായത് ആ ഒരു പെർഫെക്റ്റ് റെസിപ്പിയിൽ ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ കഴിച്ചിടത്തോളം എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനി നമ്മൾ മാരിനേഷൻ ചെയ്യുമ്പം സമയം, അതായത് 1-2 മണിക്കൂർ മിനിമം എന്തായാലും വെക്കണം. ഞാനൊരു 3-4 മണിക്കൂർ ഇത് മാരിനേഷൻ ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അതായത് നന്നായിട്ടൊന്ന് മസാലക്കുള്ളിലേക്ക് പിടിച്ചിട്ട് അതൊരു ചിക്കൻ നല്ല സോഫ്റ്റായി വരും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള ഒരു മെയിനായിട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിൻ്റെ സോസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് മിക്സിയിൽ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 പുഴുങ്ങിയ മുട്ടയാണ്. മുട്ടയുടെ വെള്ള മാറ്റിയിട്ടുണ്ട് കേട്ടോ. മഞ്ഞ മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. ഒരു 6-7 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീമാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടാനും പിന്നെ ആ ഒരു എന്താ പറയുക ഒരു ക്രീമിനെസ് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഫ്രഷ് ക്രീമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഫ്രഷ് ക്രീം ഇല്ലയെന്നുണ്ടെങ്കിൽ എന്താ പറയുക നമ്മുടെ പാലായാലും മതി, നല്ല ഫുൾ ഫാറ്റ് മിൽക്കായാലും മതി. പക്ഷേ നമ്മളിപ്പോൾ ഇതൊക്കെ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക, അതായത് നല്ലത്. പിന്നെ 2 ചീസിൻ്റെ സ്ലൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന 2 ബ്രാൻഡും അമൂലിൻ്റെ ആണ്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് വിനാഗിരി, ഒരു 2 ടീസ്പൂൺ വിനിഗർ, അതായത് നമ്മൾ സുർക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ സൺഫ്ലവർ ഓയിലാണ്. നമ്മൾ വെജിറ്റബിൾ ഓയിലൊന്നും ചേർക്കരുത്, അല്ല മറ്റേ വെളിച്ചെണ്ണയൊന്നും ചേർക്കരുത്. നമ്മുടെ വെജിറ്റബിൾ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത് കേട്ടോ. മെയിനായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് പ്രിഫർ ചെയ്യുക. വേറെ ഓയിലൊന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരിക.
അപ്പോൾ ഇതാ നല്ലൊരു അങ്ങനെ കൺസിസ്റ്റൻസിലേക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ലേ, ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, വളരെ കുറച്ച് ചേർക്കുക, കാരണം ചീസിലൊക്കെ നല്ല ഉപ്പുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് ചേർക്കണേ. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ഇപ്പോൾ ഞാനൊരു ടേസ്റ്റ് ബാലൻസ് ഇത് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ടേസ്റ്റ് നല്ലൊരു എൻഹാൻസ് ചെയ്യുന്നതായിരിക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഒരു നുള്ള് പഞ്ചസാര ഇട്ട് കൊടുത്താലും വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ മയണൈസൊക്കെ ചെയ്യുമ്പോഴും ചെറുതായിട്ടൊരു പഞ്ചസാര ഇടലുണ്ടല്ലോ. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനിപ്പോൾ അത് മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഈ ജാറിൽ തന്നെ ഇത് തന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈസിയാണ്. ഇപ്പോൾ ചിക്കനും റെഡി ആയിട്ടുണ്ട്, ഈ സോസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞ് നമുക്ക് കുക്ക് ചെയ്ത് നമ്മളിത് ചെയ്തെടുക്കാനുള്ള പരിപാടി മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഈ ബ്ലെൻഡറിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ട് കണ്ടു നോക്കാം. ഇത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ മൂടി ഇട്ടിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ 1-2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു വലിയൊരു പാൻ വെക്കുക കേട്ടോ. നമ്മുടെ ഈ പീസസൊക്കെ കൊള്ളുന്ന വലുപ്പത്തിലുള്ള വലിയൊരു പാത്രം എടുക്കുക. പാൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ 1-2 വെച്ചിട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു വലിയ പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടറാണ് കുറച്ചും കൂടി ടേസ്റ്റ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറും 1-2 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ ഈ ഒരു സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കന് 1 മണിക്കൂർ പുറത്തെടുത്ത് വെക്കണം കേട്ടോ. ആദ്യം നമ്മൾ 3 മണിക്കൂറാണ് മൊത്തത്തിൽ ചെയ്തിട്ടുള്ളതെങ്കിൽ 1 മണിക്കൂർ പുറത്ത് ഇരിക്കണം. അപ്പോൾ നമ്മൾ അത് ഫ്രിഡ്ജിൽ തണുപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താ വെച്ചാൽ കുക്കിംഗ് ടൈം കുറയും. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും അത് ചൂടായി അങ്ങനെ വരുമ്പോഴത്തേക്കും കുക്കിംഗ് ടൈം കൂടുതലാവും, നമുക്ക് ഗ്യാസ് കൂടുതൽ ചിലവാകും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ 1 മണിക്കൂർ പുറത്തൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഇതിങ്ങനെ എന്നിട്ട് കുക്കായി വന്ന് നമ്മൾ ഇതിനകത്ത് ചേർത്തത് കുക്കായി 15 മിനിറ്റ് ഒരു സൈഡ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഒരു 15 മിനിറ്റ് 2 സൈഡും മീഡിയം ടു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. അടച്ച് വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് അടച്ച് വെക്കുമ്പോൾ അതിനകത്ത് ആവിയിൽ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വലിയ പീസായതുകൊണ്ട് തന്നെ വേവാൻ അത്യാവശ്യം നല്ല സമയം എടുക്കുന്നുണ്ട്. അരമണിക്കൂറൊക്കെ സമയം വരും കേട്ടോ ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട്. 15 മിനിറ്റ് നമ്മൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ 2 സൈഡും മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ വീണ്ടും ഒരു ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് അതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം കുറച്ചൊന്ന്. ഫ്ലെയിം വളരെയധികം ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അത്യാവശ്യം നല്ലപോലെ മസാലയുണ്ട്. വേവത്തുമില്ല, മസാല കരിഞ്ഞും പോകും. അപ്പോൾ അത്ര നന്നാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലെയിം നന്നായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. പിന്നെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലപോലെ ഓയിൽ ഒഴിക്കണം. കുറഞ്ഞ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മസാല പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. ആ ഒരു ടേസ്റ്റും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആ മസാലകളൊക്കെ കുക്കായൊരു മസാല ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ മൊത്തത്തിൽ തന്നെ മസാല ഇതിൻ്റെ പുറത്തേക്ക് തേച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചേർത്ത മസാല മുഴുവൻ ഞാൻ അതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മസാല ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ സ്ക്രേപ്പ് ചെയ്ത് താഴെ വരുന്ന ചെറുതായിട്ട് ഇങ്ങനെ അതാണ് ഏറ്റവും ഫ്ലേവറായിട്ടുള്ള സാധനം കേട്ടോ. അതിങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിങ്ങനെ ഇങ്ങനെ ചുരണ്ടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നല്ല പോലെ എല്ലാ സൈഡും നന്നായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളൊരു ഫോർക്കോ സ്ക്യൂറോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ കണ്ടില്ലേ, എല്ലാ ഭാഗവും അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക കേട്ടോ. നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കണ്ട. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള സോസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത ഒരു 1/4 ഭാഗത്തുള്ള, അതായത് കുറഞ്ഞ സോസേ ബാക്കിയൊന്നുണ്ട്. ബാക്കി എല്ലാ സോസും ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ആ സോസാണ് അതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും സോസ് ആവശ്യമാണ്. അപ്പോൾ ഞാൻ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടം, ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇത്രയും നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇത് കുറയ്ക്കാം, ഇതിൻ്റെ അളവ് കുറയ്ക്കാം. ആ സോസും ആ മസാലയും കൂടെ ചേർന്നൊരു പ്രത്യേക ഒരു ഗ്രേവി നമുക്ക് കിട്ടും. അതിലിങ്ങനെ ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്താൽ മതി കേട്ടോ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി. നമ്മൾ ഇപ്പം ഒരു ചിക്കൻ
ചിക്കൻ ഫ്രൈയും കുറേ കറിയും വാങ്ങില്ല, അതിന് ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു പൊറോട്ട ഉണ്ടെങ്കിൽ നമുക്ക് ഇത് മാത്രം മതി കഴിക്കാൻ. പൊറോട്ടയ്ക്ക് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഗ്രേവി വേണം, പക്ഷേ ഇത് ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കറി കൂട്ടി കഴിക്കുന്നവർക്കൊക്കെ നല്ല ഇത് മാത്രം മതി കേട്ടോ കഴിക്കാൻ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് നല്ല ഹെവി ആയിട്ട് നമ്മൾ വയറ് ഫില്ലാവുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് ആ ചീസൊക്കെ ഒന്ന് കുക്കാവാൻ വേണ്ടി നമ്മൾ ചേർത്ത് ചേരുവകളുടെ ആ ഒരു ചെറിയ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതൊന്ന് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്നത്. കാരണം ചീസായത് പെട്ടെന്ന് അടി പിടിക്കും കേട്ടോ, അത് ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട, ജസ്റ്റ് 2-3 മിനിറ്റ് ഒന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ അടച്ചു വെച്ചാൽ മാത്രം മതിയാകും കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഒന്ന് ആ മസാലയൊക്കെ ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചീസൊക്കെ മെൽട്ടായി ആ മസാലയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണുള്ളത്. ഞാൻ ഇങ്ങനെ തന്നെ അത് ടേബിളിലേക്ക് സെർവ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാനൊന്ന് ഗ്രേവി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയോ, ആകുമ്പോൾ സൂപ്പറാണ് കേട്ടോ. ഗ്രേവി നല്ല ടേസ്റ്റാണ്. എനിക്ക് ആ ഗ്രേവി മസാലയാണ് അതാണ് ഏറ്റവും ഇഷ്ടമായത്. ചിക്കനും നല്ല ടേസ്റ്റ് ഉണ്ട്. കണ്ടില്ലേ, നല്ലൊരു കളറാണ്, ആ ഒരു ഓറഞ്ച് കളറാണ് കേട്ടോ ഉണ്ടാവുക മസാല ഇതും കൂടെ മിക്സായി വരുമ്പം. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ അത് ഞാൻ സെർവ് ചെയ്യാണ്. പിന്നെ പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ട്, പൊറോട്ടയും കൂടെ കൂട്ടിയിട്ടാണ് ഇത് നമ്മൾ കഴിച്ചിട്ടുള്ളത്. നല്ല ഹെവി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, അത്യാവശ്യം നല്ല ഫീലിംഗ് ആവുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും ഈ റെസിപ്പി വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കും. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഇൻഷാ അല്ലാഹ് റസ്നാസ് റെസിപ്പിയുടെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റാ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. വായിൽ വെക്കണേ എന്താ പറയല്ലേ.